തോന്നുന്ന പരിപാടി നമ്മൾ മദ്രസയിൽ കുറച്ച് കുട്ടികളാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 2-3 മണിയാകുമ്പോൾ തന്നെ ഏതാണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഇന്ന് എന്റെ പ്രസംഗം ചേർക്കുന്ന കഥ പിടിക്കുക, ശബ്ദം കേൾക്കുക. ഇന്ന് നമ്മളെ പ്രസംഗത്തെ അത്ര പിടിച്ചോളണം എന്നില്ല. ഇന്ന് നമ്മളെ കുട്ടികളെ പ്രസംഗിക്കാനുണ്ട്, പാടാനുണ്ട്. അപ്പൊ ആ ഒരുക്കത്തിലായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഒരു വലിയ സദസ്സിലാണ് നമ്മൾ. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും മുഴുവൻ മഹല്ലുകളിലും ഗദ്യത്തിലും പദ്യത്തിലുമായി കൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ഭൂസൂയിമാവിനെ പുറത്തെ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഈ ലോകത്തോടുള്ള നരങ്ങൾ മുഴുവനും പേനയായി മാറും, സമുദ്രങ്ങൾ മുഴുവനും മസിയായി മാറുകയും ചെയ്താൽ അത് മുഴുവനും തീരുന്നത് വരെ എഴുതിയാൽ പോലും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ഒരു ചരിത്രകാരൻ എഴുതി കൊടുക്കാൻ കഴിയുകയില്ലെന്ന് മഹാന്മാര് പറയുന്ന കേൾക്കാൻ സാധിക്കും. അത്രയും വലിയ ഒരു നേതാവാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ കാര്യങ്ങളും, തങ്ങളുടെ വിയർപ്പ്, തങ്ങളുടെ സഅദ്, തങ്ങളുടെ നഖം, തങ്ങളിൽ നിന്ന് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ വലിയ പുണ്യവും വലിയ ബറക്കത്തുമാണ്. നമുക്കറിയാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് കുപ്പിയാക്കി എടുത്തു വെച്ച് മക്കൾക്ക് രോഗം വരുമ്പോൾ അത് കൊടുക്കുന്ന സംഭവം ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. അതുപോലെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന്റെ വാസന അത് അത്തർ മഹാനായ ഹൈവാനി തങ്ങൾ 4 കല്യാണം കഴിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. 4 കല്യാണം കഴിച്ചതിന് ശേഷം 4 കാര്യമാരും തീരുമാനിച്ചു, ഇന്നത്തെ രാത്രി എന്റെ അടുക്കലേക്ക് ആയിരിക്കണം എന്റെ ഭർത്താവ് വരേണ്ടത് എന്നുള്ള ഒരു തീരുമാനമെടുത്തു. ആ നാട്ടിൽ വെച്ചുകൊണ്ട് ഏറ്റവും വില കൂടിയ അത്തർ 4 ഭാര്യമാരും വാങ്ങി അവർ ഉപയോഗപ്പെടുത്തി. എന്നാൽ മഹാനായ ഹൈവാനി ഇമാം തങ്ങൾ പോയിട്ടുള്ളത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. നിസ്കാരം കഴിഞ്ഞ് ഹൈവാനി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയിൽ ഇങ്ങനെ തടവിയിട്ട് ആ താടിയിൽ തടവിയ ആ കൈ കൊണ്ട് മഹാനവരുടെ ശരീരത്തിലൂടെ തടവി. അങ്ങനെ തടവിയിട്ട് തിരിച്ചു ചെന്നപ്പോൾ ആ നാട്ടിൽ ഏറ്റവും വലിയ വില കൂടിയ അത്തറിന്റെ വാസനകളൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുകയല്ല. അവിടെയും ഇവിടെയും തൊടാതെ പറയുന്നത് ഒരു തലക്കത്തിങ്ങനെ പോരുമ്പോൾ സമയം വൈകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്രയും പവറാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ പവറല്ല നാളെ. ഇങ്ങനെ ഓരോ ദിവസം തോറും പവറുകൾ കൂടിക്കൂടിക്കൊണ്ട് വരികയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മദിനം കൊണ്ടാടിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മരക്കും അല്ലാഹു തആല നമ്മെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഇന്ന് ലഭിതനവും ഓണവും ഒക്കെ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. എല്ലാ ഇടങ്ങളിലും ഓണാഘോഷങ്ങൾ നടക്കുന്നു, ലഭിതനങ്ങളായിട്ട് നടക്കുന്നു, എല്ലാ കാര്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഗ്രൂപ്പുകാർ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് വളരെയധികം ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട്. ലഹരി എന്നുള്ളത് അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല. അവന്റെ കുടുംബത്തിലും വിജയിക്കില്ല, നാട്ടിലും അവനെ വേണ്ടാത്തവനാവും. അങ്ങനെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും അവൻ ഒറ്റപ്പെട്ട നിലയിലായിരിക്കും ഉണ്ടാവുക. ആയതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കണം. മഹാനായ ബർസീസ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം വലിയൊരു ആബിദായിരുന്നു. പള്ളിയിൽ കയറി എല്ലാ സമയങ്ങളിലും നിസ്കരിക്കുകയല്ലാതെ അദ്ദേഹത്തിന് പണിയില്ല. വിവരമില്ലാത്ത മനുഷ്യനാണ്, പക്ഷേ ആബിദാണ്. അദ്ദേഹം നിസ്കാരം മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ പേപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ചെന്ന രൂപം ഒരു പണ്ഡിത വേഷത്തിലാണ്. വലിയൊരു തരികെട്ടൊക്കെ കിട്ടി, വലിയ നിസ്കാരത്തായെന്നൊരു കന്നുകൾ കെട്ടി, വലിയ നിസ്കാരത്തായെന്നൊക്കെ വെച്ച് ഇയാളിലേക്ക് ചെന്നു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇയാൾ നിസ്കരിക്കുകയാണ്. ആ സമയത്ത് ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ ഈ ചെന്ന് ഈ പണ്ഡിതന്റെ രൂപത്തിൽ കണ്ടപ്പോ ഇയാളോട് ചോദിച്ചു, നിങ്ങളെ പോലെ ആവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ പോലെ ആവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞപ്പോ ഈ ആര്യമായ പണ്ഡിതന്റെ വേഷത്തിൽ ചെന്ന് ഇയാൾ പറഞ്ഞു കൊടുത്തു, എന്നെ പോലെ ആവണമെങ്കിൽ നിങ്ങളിപ്പോ നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, ഒരു തെറ്റും ചെയ്യാതെയല്ലേ? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ദുആ ചെയ്യണം. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണം. അപ്പൊ ഈ സാബത്ത് മനസ്സിലാക്കി, എന്നാ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ദുആ ചെയ്യാം എന്ന് മനസ്സിലാക്കി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ തെറ്റും തന്നെ വന്ന ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യാം? ഒരാളെ എന്ത് ചെയ്യണം? വ്യഭിചരിക്കണം. വ്യഭിചരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. ഇത് പറഞ്ഞപ്പോ ഈ സാധു മനുഷ്യൻ ചിന്തിച്ചു, ഈ കാലം വരെ ഞാൻ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയുകയുമില്ല, അതല്ലാത്ത വേറെ എന്ത് തെറ്റാൻ ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു കൊടുത്തു, എന്നാ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരാളൊരു കൊലപാതകം ചെയ്യാം, കൊന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? റബ്ബിനോട് ദുആ ചെയ്യും, എന്നാൽ നിങ്ങൾക്ക് എന്നെ പോലെയാവാം. അപ്പോൾ അയാൾ ചിന്തിച്ചുപോയി, ഒരാൾ കൊല്ല എന്ന് പറഞ്ഞാൽ അതെന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, വേറെന്ത് ചെയ്യണം? ആ സമയത്ത് പറഞ്ഞു, എന്താ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് കണ്ണു പിടിച്ച് എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിച്ചു, കുറച്ച് കള്ളു കുടിക്കുകയാണെങ്കിൽ അമ്മ പിന്നെ വലിയ കുഴപ്പമില്ല, കാരണം ആരും അറിയില്ലല്ലോ, അറിയാതെ കുടിക്കാറ് എന്ന് മനസ്സിലാക്കി കള്ളു ഷാപ്പിൽ പോയി കള്ളു കുടിച്ച് പോരുന്ന സമയത്താണ് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലവിട്ടല്ലോ ഒരു പെണ്ണിനെ കാണുന്നത്, ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നത്. ആദ്യം പറഞ്ഞവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിചാരണ കഴിഞ്ഞപ്പോൾ ആ കുടുംബം വന്ന് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാളെ കൊലപാതകം ചെയ്യുന്നു, അയാളെ കൊന്നുകളാണ്. ഇപ്പൊ എന്ത് ചെയ്തു? 3 തെറ്റും ചെയ്തു. ആ സമയത്ത്
ഇയാളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ആ ഗവൺമെന്റ് വിധിക്കുകയും ഇയാളെ തൂക്കുമരത്തിൽ കയറ്റിയപ്പോഴാണ് അവിടെ ഇയാൾ എത്തിയിട്ടുണ്ട്. അതിൽ അന്ന് പേപ്പിച്ചാളുണ്ടല്ലോ, ആ പേപ്പിച്ചാള് അവിടെ എത്തിയിട്ടുണ്ട്. വലിയ കുപ്പായം കെട്ടി അദ്ദേഹം അവിടെ ചെന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഉള്ള മാർഗം പറഞ്ഞു തരാൻ വേണ്ടി വന്നതാ. എന്താ രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തതറിയോ? ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് സുജൂദ് ചെയ്താൽ ഒന്ന് ചെറുതായിട്ട് എനിക്കൊന്ന് സുജൂദ് ചെയ്താൽ മതി. ആ സമയത്ത് ബർസീസ് ചോദിച്ചു, ഈ തൂക്കുമരത്തിൽ കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? അത് നിങ്ങളൊന്ന് ആദ്യം കാണിച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് ആദ്യം കാണിച്ചാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആ ഇബ്ലീസ് വേണ്ടിക്കൊണ്ട് ചെറുതായിട്ട് ആ തൂക്കുമരത്തിൽ നിന്ന് ആദ്യം കാണിച്ചു, ഒരു സുജൂദ് പോലെ കാണിച്ചുപോയി. ആ കാണിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് ആപ്പിളായി ചത്തുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മളുടെ ദീനും ഇസ്ലാമും ഒന്നും നമുക്ക് ഇല്ലാതെയായി പോകും. നമ്മുടെ കുടുംബങ്ങളും ഒന്നും നമുക്ക് ഇല്ലാതെയായി പോകും. ലഹരി ഉപയോഗിക്കുമ്പോൾ ഇന്ന് ലഹരി പരസ്യമായി ഉപയോഗിക്കുകയാണ്. പരസ്യമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ആളുകളൊന്നുമില്ല. ഒരാളെയും ബഹുമാനല്ല, ഒരാളെയും അച്ചടക്കല്ല. വീട്ടിലാണെങ്കിൽ ആ പെണ്ണിനാണെങ്കിൽ ഉമ്മയോടതമില്ല, അതുപോലെ തന്നെ വാപ്പയോടതമില്ല, ഭർത്താവിനോടതമില്ല. അത് ഫാഷന. ഭർത്താവിനെ നീ എന്ന് വിളിക്കുക, ഭർത്താവിനെ എടാ പോടാന്നുള്ള വാക്കുണ്ടല്ലോ, നീ എന്ന് വിളിക്കുന്ന പഴയ ആളുകളെയും കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെയധികം സൂക്ഷിച്ചോളണം. നമ്മളൊക്കെ ഭർത്താക്കന്മാര് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബഹുമാനിക്കേണ്ട ഒരു വസ്തു തന്നെയാണ്. അത് തിരിച്ചു വാങ്ങാൻ തന്നെയാണ്. അവർക്ക് ഇങ്ങോട്ടുള്ളത് പോലെ തന്നെ അങ്ങോട്ടുമുണ്ട്. ഞാൻ ഈ വിഷയം പറയുന്നത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് ലഹരിന്റെ കാര്യം ഞാൻ രണ്ടു മൂന്ന് വെള്ളിയാഴ്ച മുമ്പ് പറഞ്ഞാൽ തോന്നുന്നുണ്ട്. നമ്മൾ സ്വന്തം ഒരു ക്ലാസ്സിലേക്ക് മൂത്രമൊഴിച്ച് കുടിച്ചാലും ശരി, കള്ള് കുടിക്കരുത്. ഒരു വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ക്ലാസ്സിൽ മൂത്രമൊഴിച്ച് കുടിച്ചാലും ശരി, കള്ള് കുടിക്കരുത്. അത്രമാത്രം നജസും അത്രമാത്രം മോശവുമായ ഒരു കാര്യമാണ് ഇത് കള്ളു കുടിക്കുക എന്നുള്ളത്. അത്രയും പ്രവണത ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നിർബന്ധമായി കൊണ്ടും നാം നിർത്തിക്കോളണം. അത് നമ്മുടെ മക്കളിലേക്ക് പകരും, കുടുംബങ്ങളിലേക്ക് പകരും, നശിച്ചു പോകും. ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതുപോലെ പല പ്രയാസങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് രാവിലെ അൽഹംദുലില്ലാ മനോഹരമായ ഒരു ഘോഷയാത്ര നമ്മൾ ആരംഭിച്ചു. പതിവില്ലാത്ത രൂപത്തിൽ നമ്മുടെ പാടത്തിലൂടെ ഇങ്ങനെ പോയി. അതിങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരു രസം. അൽഹംദുലില്ലാ അതിലിങ്ങനെ യാത്ര പോയി. നമ്മൾ നല്ല മനോഹരമായ രൂപത്തിൽ നമ്മുടെ ഘോഷയാത്ര പോവുകയും അങ്ങനെ പെട്ട മഖാമിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരുകയും ചെയ്തു. അൽഹംദുലില്ലാ വളരെ നല്ല മനോഹരമായ രൂപത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ ഭക്ഷണമാണെങ്കിലും അതുപോലെ തന്നെയാണ്. എല്ലാ നിരക്കും അൽഹംദുലില്ലാ ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഈ കുറഞ്ഞ സമയം കൂടെ നമുക്ക് നടത്തി നമുക്ക് വിജയിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരും അതുപോലെ തന്നെ മാനേജ്മെന്റ്, അതുപോലെ ഉസ്താദുമാരും, നാട്ടിലുള്ള യുവാക്കളും, അതുപോലെ തന്നെ നമ്മുടെ സിറാജുൽ ഇസ്ലാം മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അൽഹംദുലില്ലാ നമുക്ക് ഈ രംഗത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ പ്രതിഫലിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.